ഈ കാല് ഇങ്ങനെ ആക്കി വെച്ച ബോൾ അങ്ങോട്ടൊക്കെ പോകും. ഇങ്ങനെ കൂട്ടിയടിക്കും. കറക്റ്റ് ബോൾ ഇവിടെ തന്നെ വെക്കുക. കറക്റ്റ് ബോൾ ഇവിടെ തന്നെ വെക്കുക. ഈ കാലുണ്ടോ, ഈ ഇടത്തെ കാല് ഇങ്ങനെ പാസ് കൊടുക്കുക. ഓക്കെ, കണ്ട നോക്കി നിസ്ല പാസ് ചെയ്യണ്. അതുപോലെ ബോൾ കൊടുക്കണ ബോൾ പവറിലടിക്കണം. അവരുണ്ടോ, അവള് നല്ല ചോറ് നിന്നു ഉച്ചക്ക്. അപ്പൊ നല്ല പവറിൽ കൊടുക്കണം. ഇന്ന് ഉച്ചക്ക് എന്താ നിന്ന് ചോറിന് കൂട്ടാൻ. അപ്പൊ അത് അടി തന്നെ ഉണ്ടല്ലോ. പഠിച്ചോ, എന്നോട് പറയോട് പോവുണ്ട്. പെൺകുട്ടികളെ ഞാൻ ഉണ്ടെങ്കിൽ അവ ഇവിടെ തന്നെ അല്ലേ. റെഡി പാസ് കൊടുക്ക്. കൊടുക്ക്. ബോൾ കുറച്ച് മുന്നിലേക്ക് വെച്ചോ. ബോൾ മുന്നിലേക്ക് വെച്ചിട്ട് പുഷ് ചെയ്യുക. പോട്ടെ ഇതാ നിസ്ല പാസ് ചെയ്യ. നോക്ക്, നിസ്ലയുടെ പാസ് എടുക്ക്. ഇതാണ്ടോ, ഗുഡ് പാസ്. നിസ്ല കഴിഞ്ഞല്ലോ ഇവിടെ പഠിച്ചിരുന്നു. എന്നാ അതന്നെ ഭാഗ്യം. പാസ് പോട്ടെ. ഇങ്ങോട്ട് ജോഗ് ചെയ്തു വാ. ബോൾ സ്റ്റോപ്പ് ചെയ്യാ. എങ്ങനെ ഇനി എങ്ങനെ ബോൾ സ്റ്റോപ്പ് ചെയ്യാ? എങ്ങനെ എങ്ങനെ ബോൾ സ്റ്റോപ്പ് ചെയ്യാ? അങ്ങനെ നിർത്തിയ കാലിലടി കൂടെ പോലെ ബോൾ. എന്നാ പറയും എങ്ങനെ? അല്ലല്ല പറയട്ടെ. ഗുഡ്സ്. അങ്ങനെയാണ് ബോൾ നിർത്തേണ്ടത്. ഈ വരുന്ന ബോൾ ഇങ്ങനെ ചവിട്ടിയ ബോൾ ചവിട്ടിൽ കിട്ടിയില്ലെങ്കിൽ എന്തുണ്ടാവും? കാലിലടി കൂടെ അങ്ങനെ ജാഥ പോണ പോലെ ബോൾ പോകും. അപ്പൊ ഇല്ലല്ല കാണിച്ചാരാ. ഈ വരുന്ന പാസ് ഇങ്ങോട്ട് പാസ് തരുമ്പോ ഇങ്ങനെ കണ്ടോ, ഈ കാല് ഇങ്ങനെ വെച്ചുകൊടുക്ക. നിശ്ചയൊക്കെ കൊടുക്കും ബോള്. ഇത് നിങ്ങളുടെ മുന്നിക്കോയ അത് കാണണം. അപ്പോഴാണ് ബോൾ എങ്ങനെ കൺട്രോൾ. അപ്പൊ അങ്ങനെ ചെയ്ത് പഠിക്കണം. റെഡി പാസ് ചെയ്യും. ഇതാണ് ഈ പാസ് വരുമ്പോ ഇത് പാസ് വരുമ്പോ അങ്ങനെയാണ് ഈ ബോൾ മേലെന്ന് താഴത്തേക്ക് ആക്കുക. ഇവിടുന്ന് ടാപ്പിൻ ഇങ്ങനെ ചെയ്യേണ്ടത്. ഇങ്ങനെ കാല് വെച്ചെന്നുണ്ടാവുക ഇങ്ങനെ ബോൾ പൊന്തും. ഇപ്പൊ ഇങ്ങനെ ഈ പ്രഷർ വരുന്ന പ്രഷർ എന്ത് ചെയ്യണം? ഇങ്ങനെ റിലീസ് ചെയ്യുക. മേലെ ഇങ്ങനെ താഴത്തേക്ക് ആക്കിയ ആ ബോൾ അവിടെ തന്നെ കിടക്കും. നിങ്ങൾ ഇങ്ങനെ ചവിട്ടിയോ? ഇപ്പൊ ചവിട്ടിനെ ഞാൻ തരാം. ചവിട്ട് ഇങ്ങോട്ട് തായോ. ഈ ചവിട്ടി കണ്ടോ ഇങ്ങനെ ആവും. ചവിട്ടിയ വേറൊന്നും പറയാൻ പറ്റില്ലേ. ചവിട്ടുമ്പോ കാലിന്റെ അടി കൂടെ ബോളും. എപ്പോഴും ടാപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യണം. ഓക്കെ, നമ്മളതിൽ ആരാ ഗോൾ കീപ്പർ? നറുക്കെടുപ്പാണോ? മനസ്സിലായോ? ഇങ്ങനെ നിൽക്കണം കേട്ടോ. കാലിങ്ങനെ വെക്കരുത്. കാലിങ്ങനെ ഒന്ന് പേര് റീൽസാ കണ്ടോ. എന്നാ നിസ്ല എങ്ങനെ നോക്കട്ടെ. ഗുഡ്. അതൊന്നുകൂടി ബോൾ മുന്നിൽ വന്ന് കടന്നാൽ മതി. ഓക്കെ, അങ്ങനെയാണ് കൺട്രോൾ ചെയ്യുക. ഇങ്ങനെ മേലെന്ന് താഴേക്ക്. ഇബന്റെ വീഡിയോ കണ്ടോ? ഇബന്റെ സബ്സ്ക്രൈബറാ. അപ്പൊ ഇബ ടീമില് കളിക്കും. അതെ, അപ്പൊ ഇയും കളിക്കൂലേ? കണ്ട. അപ്പൊ അവള് ടീമിലില്ല. കുറച്ച് ആൾക്കാർ അങ്ങോട്ട് പോട്ടെ. കുറച്ച് ആൾക്കാരോട് പോട്ടെ. ഇനി ഈ തരുന്ന പാസ് ഉണ്ടല്ലോ, ടാപ്പിങ് ചെയ്യുക, എന്നിട്ട് കൊടുക്കുക. മനസ്സിലായോ? കൺട്രോൾ ചെയ്യുക, എന്നിട്ട് കൊടുക്കുക. റെഡി? ഇവിടെ അവിടേക്ക് കുറച്ചാൾക്കാരാണ് പോട്ടെ. ഒരാൾ ഇനി ബോൾ അതാ മതി. ഗുഡ്. അങ്ങനെ തന്നെ. അത് മുന്നിക്കൊന്നുകൂടി വന്നാൽ മതി. ഏതാണ്ട് കറക്റ്റായിട്ടുണ്ട്. ഒരു 70% കറക്റ്റായിട്ടുണ്ട്. ഇനി ഒരു 30 കറക്റ്റാവണ്ട. അതാണ് പ്രശ്നം. പാസ് കൊടുക്ക്. ബോള് മുന്നിൽ നിൽക്കട്ടെ, എന്നിട്ട് കൊടുക്ക്. നല്ല സുഖത്തിൽ കൺട്രോൾ ചെയ്യാല്ലേ. കൊടുക്ക്. ഗുഡ്. കുഴപ്പമില്ല, അങ്ങനെ കൺട്രോൾ ചെയ്യാം. പക്ഷെ ചെയ്താ മതി. അങ്ങനൊക്കെ ആരെ ചെയ്യാം? നെയ്മറിന് അറിയെങ്കിൽ
വെറുതെ എല്ലാം ഇങ്ങനെ ചെയ്യണതേ. എന്നാ ചെയ്തോ. മേലെ താഴേക്ക് അതിന് ചെയ്യ്. പോട്ടെ അങ്ങോട്ട് പോട്ടെ. ഇങ്ങോട്ട് പാസ് ചെയ്യ്. കൺട്രോൾ ചെയ്യ്. കുരുത്ത എങ്ങനെ കൺട്രോൾ ചെയ്യും? കൊഞ്ചലും കാട്ടുണ്ട് എന്നോട്. ആ ബോള് കൺട്രോൾ ചെയ്തിട്ട് ബാസി കൺട്രോൾ. കറക്റ്റ്. ഇപ്പൊ ഇതില് ഞാൻ കാണട്ടെ. ഇപ്പൊ ഇതില് ഏതാണ്ട് എല്ലാ ആൾക്കാരും കുഴപ്പമില്ലാണ്ട് ബോൾ അടിക്കുന്നുണ്ട്. ഇനിയിപ്പോ നമ്മള് കളിക്കാൻ പോണ എതിർ ടീം നല്ല അടിക്കണോരാ. അവർക്ക് കളിച്ചില്ലേ? കഴിഞ്ഞ ആരുടെ തല ഇറങ്ങി വീണ് തലമക്ക് ബോൾ ഉണ്ടപ്പോ ഞാൻ നോക്കിയപ്പോ ഒരാളെ കാണാല്ലോ, ഒരാളുടെ താഴെ നടക്കുന്നു. എടീ വെറുതെ കൺട്രോൾ ചെയ്യാൻ പാസ് കൊടുക്കുക. ഇനി നോക്ക്, ഈ കൺട്രോൾ ചെയ്താലേ പിന്നെ ഇങ്ങനെ നിന്നടിക്കരുത്, ഇങ്ങനെ നിൽക്കുക, എന്നിട്ട് പാസ് കൊടുക്കുക. സമയമെടുത്ത് നല്ല ബോഡി കറക്റ്റ് ആക്കുക, ബോഡി പോസ്റ്റർ കറക്റ്റ് ആക്കിയിട്ട് പാസ് കൊടുക്കുക. നമ്മൾ എങ്ങോട്ടെങ്കിലും നിന്നടിച്ച് എങ്ങോട്ടെങ്കിലൊക്കെ പോകുമ്പോൾ സുഖല്ലേ? ഏതോ ഒരുത്തി ഷൂട്ടിട്ട്